मेरे साथ आ गई सुपर टेस्ट गाइस अभी खाना खाएंगे यार भूख लगी है बहुत നമ്മളെ ഒരു പാലക് ചിക്കൻ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ടുപേരും നോർത്ത് ഇന്ത്യക്കാരാണ് ട്ടോ കമലേഷ് ആസിഫ് അപ്പോൾ ഒറിജിനൽ ആയിട്ട് എങ്ങനെയാണ് ഒരു പാലക് ചിക്കൻ തയ്യാറാക്കണം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും ആദ്യം തന്നെ നമുക്ക് പാലക് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടെന്നുള്ളത് നോക്കാം 1 കിലോ ചിക്കൻ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ പാലക്കും ഞാൻ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പാലക്ക് നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അല്പം കൂടുതൽ പാലക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ 3 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതേപോലെ എരിവിനനുസരിച്ച് നമുക്ക് ഗ്രീൻ ചില്ലി എടുക്കാം പിന്നെ ജീരകം അതേപോലെ വെളുത്തുള്ളി കസ്തൂരി മേത്തി ഗരം മസാല ഹോൾ റെഡ് ചില്ലി പിന്നെ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഉപ്പ് ജീരകപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പാലക് ചിക്കൻ തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ പാലക്ക് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം റഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ പാലക്ക് ഇട്ട് കൊടുക്കേണ്ടത് പാലക്ക് എല്ലാം നമ്മുടെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊരു തിള വന്ന് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നേരെ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം പാലക്ക് ഒരു തിള വന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതും ഇതേപോലെ ഒരു സ്ട്രെയിനറിലോട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്യാം എല്ലാ പാലക്കും ഇതേപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് തണുത്ത വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ കളറ് മാറാതെ തന്നെ നമുക്ക് കിട്ടും പേസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല കളർ തന്നെ കിട്ടും കേട്ടോ സ്ട്രെയിൻ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ നല്ല തണുത്ത വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം സ്പിനാച്ച് ഇതേപോലെ ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല സ്പിനാച്ചിൽ ഓൾറെഡി വെള്ളമുള്ള കാരണം കൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ തന്നെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം ഇതേപോലെ സ്പിനാച്ച് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രീൻ കളറിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കാം ഏലക്ക ഗ്രാമ്പൂ നമുക്ക് സിനമൺ സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കാം ഹോൾ ഗരം മസാല ഞാനിവിടെ ഏലക്കയും ഗ്രാമ്പും ഒരു 2 കുരുമുളക് പെപ്പർകോണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് 3 ഉള്ളിയാണ് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കണം ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് 3 എണ്ണം സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം നമുക്കതിലോട്ട് 2 ഗ്രീൻ ചില്ലിയും കൂടി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം അതിലോട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഒണിയൻ ഒന്ന് പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കണത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒന്ന് പച്ച മണം ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീഡിയം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങാനുള്ളതാണ്
അപ്പോൾ നമുക്ക് ഇനി അതിലോട്ട് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കസ്തൂരിമെത്തി 1/2 ടീസ്പൂൺ കസ്തൂരിമെത്തി കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്കൊരു അല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ക്യുമിൻ പൗഡറും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കണേ. ഇനി നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒന്ന് കുക്കാക്കി എടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ചിക്കൻ കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് പാലക്കിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാം. ഒരു കടായിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. അതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. റെഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലോട്ട്. ഇനി ഗാർലിക് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്ക് സോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിലോട്ട് ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കസ്തൂരി മേത്തി. നല്ലൊരു ഫ്ലേവറും അതേപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും. ഉലുവയുടെ ഇല ഡ്രൈ ആക്കി പൊടിച്ചിട്ടുള്ളതാണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കസ്തൂരി മേത്തി. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഓയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് ഈ ഇതിന് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച പാലക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അല്പം വെള്ളം കൂടി നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് പാലക് പേസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലോട്ട് അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. മെൽറ്റാക്കിയിട്ടുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലക് ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത ചിക്കനിലോട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലക് ചിക്കൻ്റെ ഗ്രേവി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി കുറവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാലക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫൈനലി നമുക്ക് അതിലോട്ട് ഒരു 2 ടീസ്പൂൺ ക്രീം കൂടി ആഡ് ചെയ്യാം. കുക്കിംഗ് ക്രീം നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം 2 ടീസ്പൂൺ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്രീം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവി ആക്കാം. നമുക്ക് ചപ്പാത്തി, പൊറോട്ട, റൊട്ടി ഇതിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൽ എടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. आजा मेरे माही तेरी याद आ गई, हमने हमसे वादा किया था आने वाले सावन में आओगे। आजा मेरे माही तेरी याद आ गई, हल्की हल्की सी
मेरे साथ आ गई। सुपर टेस्ट राइस, पराठा, नान के साथ में आप फुल एंजॉय कर सकते हैं। ओके गाइस, थैंक यू सो मच गाइस। अभी खाना खाएंगे यार, भूख लगी है बहुत। ഒത്തിരി ന്യൂട്രീഷൻസ് ഉള്ള ഒരു ഡിഷാണ്. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലക് ചിക്കനാണ്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല ഗ്രീൻ കളറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.